ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്മയാട്ട്. എൻ്റെ പേര് സ്മയ. സോ ഇന്നാണ് നമ്മുടെ എൻഗേജ്മെൻറ്റ് ഡേ, ജനുവരി 25. അപ്പോൾ ഇപ്പോൾ സമയം 6:30 ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എണീറ്റ് ബ്രഷൊക്കെ ചെയ്തിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഇനി നെർസ് ബ്രഷ് ചെയ്ത് വന്നിട്ടാണ് എനിക്ക് കുളിക്കാൻ കയറാൻ പറ്റാം. അപ്പോൾ എന്താ, ഞാൻ കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട് ഇന്നലെ രാത്രി തന്നെ. പക്ഷേ അത്ര കളർ അങ്ങോട്ട് ഞാൻ വന്നില്ല. ഞാൻ വിചാരിച്ചത്ര ആ ഒരു കളർ വന്നില്ല. പക്ഷെ കുഴപ്പമില്ല, സാരില്ല. ഞാൻ 2 കയ്യിലിടാൻ വിചാരിച്ചു, പിന്നെ വേണ്ട വെച്ചു. കാരണം ഭയങ്കര ഓവറായാലോ തോന്നി, അതുകൊണ്ട് വേണ്ടിയിട്ടില്ല. പിന്നെ ഓക്കെ, ഇത് ഇപ്പോഴാണ് ഓക്കെ. പിന്നൊന്നുമില്ല. പിന്നെ മുടി ഞാൻ എണീച്ചപ്പോൾ തന്നെ കെട്ടി ആ ഒരു ചെയ്ത സ്റ്റൈലിംഗ് ഒന്നും പോകണ്ടല്ലോ വിചാരിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി കുളിച്ചിട്ട് കാണാം. ഞാനാണെങ്കിൽ ഇന്നലെ ഇട്ട മൈലാഞ്ചി ഇത് ഇന്നേക്ക് ഇത്രേ കളറായിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അത്രയ്ക്കും കൊണ്ട് കളറായില്ല. പിന്നെ ഓക്കെ എന്നായി. പിന്നെ ഞാൻ പോയി മേലൊക്കെ കഴുകി ഫ്രഷ് ആയിട്ട് വന്നു. എൻ്റെ ടോപ്പാണെങ്കിൽ ലൂസായിരുന്നു, സ്ലീവ്സ് നല്ല ടൈറ്റായിരുന്നു. അത് പിന്നെ ഇന്നലെ അമ്മ അഴിച്ച് ഒന്ന് സെറ്റാക്കി. എൻ്റെ ടോപ്പ് ഇങ്ങനെ ലൂസായിട്ട് എനിക്ക് സീരിയസ്ലി ഭയങ്കര ദേഷ്യം വരുന്നുണ്ടായിരുന്നു കേട്ടോ. അതിങ്ങനെ നമുക്ക് കുനിയുമ്പോൾ അപ്പം ഇങ്ങനെ ഫുള്ള് ഉള്ളിലേക്ക് വിസിബിളായിട്ട് അത്രയും ലൂസായിരുന്നു. ആ കഴുത്തിൻ്റെ അവിടെ ഇങ്ങനെ കഴുത്തിങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ വീണ് തുടങ്ങി. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ദേഷ്യം വന്നു. പിന്നെ ഞാൻ എൻ്റെ അടുത്ത് ഫാഷൻ ടേപ്പ് ഇന്നലെ തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അത് ഞാൻ വേഗം ലാസ്റ്റ് ആയപ്പോൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇന്നലത്തെ മുടി ഞാൻ എത്രയും കെയർഫുള്ളായിട്ട് വെക്കാൻ പറ്റും അത്രയും കെയർഫുൾ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സോഫ്റ്റ് ആയിട്ടുള്ള ആ സാധനമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. കേൾസ് പക്ഷേ പോയിട്ടുണ്ടായിരുന്നു. അതാൾ ചെയ്യുമ്പോൾ എന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കിത് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല, എത്ര നേരം ലോങ് ലാസ്റ്റ് ചെയ്യുന്നു സോഫ്റ്റ് കേൾസ് ആയതുകൊണ്ട് കേട്ടോ. അങ്ങനെ റെഡി ആവാൻ തുടങ്ങി. ഞാൻ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സും ഇവിടെ സൈഡിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് സൺസ്ക്രീൻ ഇട്ടിട്ട് അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ 4-5 കണ്ണാട ഉണ്ടെങ്കിലും മിറർ ഉണ്ടെങ്കിലും എല്ലാവർക്കും ഈ റൂമിലത്തെ മിറർ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഭയങ്കര റഷായിരിക്കും. ഓരോരുത്തരും ഓരോ മിററിൻ്റെ മുന്നിലാണ് പോയി നിൽക്കണമെങ്കിൽ ഒരു റഷും ഇല്ലാണ്ട് പെട്ടെന്ന് കാര്യങ്ങൾ തീരും. എല്ലാവർക്കും ഒരു മിററാണ് വേണ്ടത്. അതുകൊണ്ട് പിന്നെ ഭയങ്കര റഷാണ്. ഒരാൾ കഴിഞ്ഞാലാണ് അടുത്ത ആൾക്ക് പോകാൻ പറ്റുക. പിന്നെ ഭയങ്കരമായിട്ട് കുരു വന്നിട്ടുണ്ടായിരുന്നു. അപ്പുറത്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ വീഡിയോയിൽ ഞാൻ സൂം ചെയ്തിട്ട് അത് കാണുന്നില്ല. നിങ്ങൾ കുറേ പേര് തന്നെയാണ് പറയാറ് ക്ലിയർ ആണ് സ്കിന്നിന്ന്. ഇപ്പോൾ പറഞ്ഞ് അവസാനം ഇത് നല്ല തക്കാളി പോലത്തെ ഒരു കുരു വന്നിട്ടുണ്ട്. എന്നിട്ട് റിസപ്ഷൻ അന്ന് ഈവനിങ് ആകുമ്പോഴേക്കും നല്ലോണം വലുതായിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല വേദന എടുക്കുന്നുണ്ടായിരുന്നു എനിക്ക്. അതിൻ്റെ ആ ഒരു റെഡ് കളർ ഞാൻ ജസ്റ്റ് ഒരു കൺസീലർ വെച്ചിട്ട് ഹൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനാണ് സെൽഫായിട്ടാണ് മേക്കപ്പ് ചെയ്തത്. പിന്നെ നമുക്ക് മേക്കപ്പ് ചെയ്യാൻ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മയ്ക്കും മേമയ്ക്കും ഹെയർ ചെയ്യാനും ഡ്രസ്സ് ചെയ്യാനും പിന്നെ നീലു നഴ്സിൻ്റെ ഹെയർ ചെയ്തു. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് ഫുൾ എൻ്റെ ദിവസമായിട്ട് ഞാൻ കൺസിഡർ ചെയ്തു. ഒക്കെ ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്തു. എനിക്കിങ്ങനെ മേക്കപ്പ് ചെയ്യുന്നത് ഇഷ്ടമല്ല. അതായത് ഫൗണ്ടേഷൻ ഇട്ടിട്ട് അങ്ങനെ സംഭവങ്ങൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ടുള്ള രീതിയിൽ മാത്രമാണ് ചെയ്തത്. എനിക്ക് സിമ്പിളായിട്ട് ചെയ്യണം, അതിലാണ് ഞാൻ ഹാപ്പി. പിന്നെ നഴ്സ് അവൾ വീഡിയോ ഒക്കെ ഓണാക്കി വെച്ചിട്ടിരുന്ന് റെഡി ആവുന്നുണ്ടായിരുന്നു. ആ കണ്ണൊക്കെ എഴുതി. അവളും എന്നെ പോലെ തന്നെയാണ്, ഭയങ്കര സിമ്പിളാണ്. നീലുവിന് പിന്നെ എങ്ങനെയാണല്ലോ ഓക്കെയാണ്, അവൾ അഡ്ജസ്റ്റ് ചെയ്തോളും. അവൾക്ക് കുറച്ച് ഓവറായാലും അവൾക്ക് അത് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് നഴ്സിന് ഭയങ്കര സിംപ്ലിസിറ്റി ഡൗൺ ആയിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങൾ. അതുകൊണ്ട് നഴ്സ് കണ്ണെഴുതി ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ബ്ലഷ് എന്തോ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഞാൻ ഫൗണ്ടേഷനായിട്ടൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. ജസ്റ്റ് ആ ഒരു പിമ്പിളിൻ്റെ അവിടെ മാത്രമേ കുറച്ച് കൺസീലർ അപ്ലൈ ചെയ്ത് ഹൈഡ് ചെയ്തുള്ളൂ. പിന്നെ ഞാൻ ഐ ഷാഡോ ഇട്ട് കൊടുത്തു. ഇതാദ്യം ഇട്ട് കൊടുത്തപ്പോൾ അയ്യോ ഇതൊക്കെ വേണമായിരുന്നു തോന്നി. പിന്നെ വിചാരിച്ചു ഇടയ്ക്കൊക്കെ ആണ്ടിലും കൊല്ലത്തിലാണ് ഇങ്ങനെയൊക്കെ ചെയ്യുക. അപ്പം പിന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഫോണിൽ ചാർജ് ഉണ്ടാവില്ല എന്ന് പറയണ പോലെ ഇത് റെഡി ആകുമ്പോഴേക്കും ചാർജ് നല്ലോണം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേഗം പോയി ചാർജ് ചെയ്തു. പിന്നെ റെഡി ആവണമെന്ന് എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഇട്ടു. ഒരു ബ്രൗൺ അല്ല മെറൂൺ കുപ്പിവളയായിരുന്നു. ഇതാണ് എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ്. ഇതിങ്ങനെ കാണുമ്പോൾ അതിൻ്റെ ഡിഫക്റ്റ് ഒന്നും അറിയുന്നില്ല. അങ്ങനെ രീതിയിൽ ഞാൻ മുടിയൊക്കെ വെച്ച് മറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കാണുമ്പോൾ കുറേ എനിക്ക് കോംപ്ലിമെൻറ്റ്സ് കിട്ടി ഗൈസ്. എനിക്ക് നല്ലോണം അത് ഹാപ്പി ആയിരുന്നു. നല്ല കളറാണ്, നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കല്യാണ ചെക്കനിവിടെ ഇരുന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങിയ ആളുടെ ഹെയർ
ഹെയർ നാശാവും. മേക്കപ്പൊക്കെ ഇട്ടിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ട് ഇരുന്നുറങ്ങായിരുന്നു വളരെ കഷ്ടപ്പെട്ടിട്ട്. ഇന്നലെ രാത്രി നല്ല ലേറ്റ് ആയിട്ടാണ് പാപ്പനൊക്കെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ആണ് ഈ കാണുന്നത് കേട്ടോ. പിന്നെ നമ്മൾ റെഡി ആയി കഴിഞ്ഞ് കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് മിററിൽ നോക്കും. ഒട്ടും കോൺഫിഡൻ്റ് ഇല്ലാതെ ഭയങ്കര ബോറായിട്ടാണ് റെഡി എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ മിററിൻ്റെ ഏരിയയ്ക്കേ പോവില്ല. ഞാൻ അങ്ങനെയാണ് കേട്ടോ. അച്ഛൻ റെഡാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്, നല്ല ചില്ലി പോലത്തെ റെഡ്. അമ്മ ഗ്രീൻ ആയിരുന്നു, നല്ല ബ്രൈറ്റ് ഗ്രീൻ ആയിരുന്നു. അവർ ഭയങ്കര കോംപ്ലിമെൻറ്റ് കളേഴ്സ് ആയിരുന്നു രണ്ടുപേരുടെ ഡ്രസ്സും. ഞങ്ങൾ 5 പേരും, അത് ഞാൻ എൻ്റെ അച്ഛനമ്മ 2 സിസ്റ്റേഴ്സ്, ഞങ്ങൾ 5 പേരും 5 കളേഴ്സ് ആയിരുന്നു കേട്ടോ നീലും ജെർസി. പിന്നെ ട്വിൻസ് ആയിട്ട് അവർ ഒരുപോലത്തെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മളെ ക്യാമറാമാൻ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ജിത്തു എന്നാണ് ചേട്ടൻ്റെ പേര്. എൻ്റെ രണ്ടാമത്തെ പാപ്പൻ്റെ, അതായത് കുഞ്ഞുപാപ്പൻ്റെ വെഡ്ഡിങ് ഫോട്ടോസൊക്കെ ഈ ചേട്ടനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ എല്ലാവരെയും ആദ്യമേ പോയിട്ട് എനിക്ക് കുറച്ച് സിംഗിൾ ഫോട്ടോസ് വേണം പറഞ്ഞിട്ട് കുറച്ചെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. ഫോട്ടോസൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ. ഈ വീഡിയോ ഇടുമ്പോഴേക്കും എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഇന്നിപ്പോൾ ഇന്നിപ്പോൾ എൻഗേജ്മെൻറ്റിന് അന്നാണ്, ഇന്ന് എനിക്കിതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ അവർ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഫുഡ് കഴിക്കാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഫോട്ടോയുടെ ആ ഒരു ലഹളയിൽ ഞാനത് മറന്നു. പിന്നെ എനിക്ക് വിശപ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ ജെർസിൻ്റെയിലാണ് ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നത്, നല്ല വീഡിയോസൊക്കെ കിട്ടുകയാണെങ്കിൽ പോയി എടുത്തോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഫസ്റ്റ് ഉപ്മാവ് ഉണ്ടായിരുന്നു, പിന്നെ ചായ ആയിരുന്നു. കല്യാണം അതുപോലെ ഇങ്ങനെ ഫംഗ്ഷനുള്ള ദിവസങ്ങളിലൊക്കെ ഉപ്മാവാണ് ഞാൻ മിക്കയിടത്തും ഉണ്ടാക്കി കാണാറുള്ളത്. എനിക്കൊന്നും ഈസി ആയതുകൊണ്ടാണ് തോന്നുന്നു എനിക്കിഷ്ടമല്ല കേട്ടോ ഉപ്മാവ്. മെജോറിറ്റി ഓഫ് ആൾക്കാർക്കും അത് ഇഷ്ടമില്ല തോന്നുന്നു. എന്ത് ചെയ്യാനാ പാവം ആ ഫുഡ്. അത് അത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഫുഡായതുകൊണ്ടാണ് തോന്നുന്നു. നഴ്സ് നല്ല അടിപൊളിയായിട്ട് വീഡിയോ എടുക്കും. പകുതി തല ക്യാമറയുടെ ഉള്ളിൽ കാണില്ല, അങ്ങനെ രീതിയിൽ ക്യൂട്ടായിട്ടാണ് വീഡിയോ എടുക്കുക. ഋതു ഷറാറയാണ്, അവൾ റെഡിമെയ്ഡ് ആയിട്ടുള്ള ഷറാറയാണ് കേട്ടോ. ഞാനും ഋതുവും ചെറുതായിട്ടൊരു ടച്ച് ഓഫ് ഗ്രീൻസിൽ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് രാവിലെ വീട്ടിൽ നിന്നുള്ളതിൽ വെച്ചിട്ട് കുറേ വീഡിയോസ് എനിക്ക് കല്ലുമാണ് എടുത്തത്. ഞാൻ പറഞ്ഞില്ലേ കാസർഗോഡ് നിന്ന് ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു എന്ന്, പാപ്പൻ്റെ കുഞ്ഞു പാപ്പൻ്റെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിലത്തെ മൂത്ത മോളാണ് കല്യാണി എന്നാണ് അവളുടെ പേര്. ഇതാണ് ആൾ, റെഡ് ഷറാറ ഗേളാണ്. അപ്പോൾ അവൾ എനിക്ക് കുറച്ച് വീഡിയോസൊക്കെ ഇതുപോലെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അകത്തു നിന്നുള്ള ഫാമിലി ഫോട്ടോ എടുക്കുന്ന സമയത്തുമൊക്കെ അവളാണ് എനിക്ക് വീഡിയോ എടുത്തു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭസ്മ
ഗായ്സ് എന്നോട് ക്ഷമിക്കുക, എനിക്കിങ്ങനെ നോൺ കോപ്പിറൈറ്റ് ആയിട്ടുള്ള കുറച്ച് ലിമിറ്റഡ് പാട്ടുകളെ കിട്ടുന്നുള്ളൂ. അതുകൊണ്ടാണ് ഓണത്തിൻ്റെ പാട്ടൊക്കെ ഞാൻ ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒന്നും വോയിസ് ഓവർ ചെയ്യാനില്ല. പിന്നെയും കുറച്ച് നല്ല റൊമാൻറ്റിക് പാട്ടുകളൊക്കെ ഞാൻ അവരെ റിംഗ് എക്സ്ചേഞ്ച് ടൈമിലേക്ക് വേണ്ടി വെച്ചേക്കാണ്. പക്ഷേ ഞാൻ ഇങ്ങനെ വോയിസ് ഓവർ ചെയ്ത് കുറേ ഇതാക്കുന്നതിനെക്കാട്ടിയും നോർമൽ മറ്റേ മ്യൂസിക് ഇടുന്നതിനെക്കാട്ടിയും ഫാർ ബെറ്റർ. ഗ്രേപ്പ് വൈനാണ് ഋതുവിൻ്റെ അച്ഛൻ, നടുവിൽ നിൽക്കുന്നതാണ് താഴെയുള്ള പാപ്പൻ. ആ പാപ്പൻ്റെ എൻഗേജ്മെൻ്റ് ആണ് ഇന്ന്. പിന്നെ റെഡ് ആണ് എൻ്റെ അച്ഛൻ. ഇത് ഞാനൊരു 1000 തവണ പറഞ്ഞാലും എല്ലാവർക്കും ഇത് തന്നെ ഡൗട്ട് എന്നറിയാം. ഇനി ഞാൻ അങ്ങനെ വന്ന ഒരു റിപ്ലൈ എന്തെയില്ല ഗൈസ്. ഞാൻ അത്രയും അധികം എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പാപ്പന്മാർ ആരാണെന്നുള്ളത് കേട്ടോ. പിന്നെ നമുക്ക് മുഹൂർത്തവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ടൈം എൻ്റെ ഓർമ്മയിൽ 11 മണി മുതൽ 12:30 വരെയായിരുന്നു ടൈം, നമ്മൾ റിംഗ് എക്സ്ചേഞ്ചിനുള്ള ടൈം. പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോൾ 11 മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഇറങ്ങാൻ ലേറ്റായി കാരണം നമ്മുടെ ബന്ധുമിത്രാദികളൊക്കെ എത്തണം. കാരണം നമ്മൾ ഇവിടുന്നാണ് ബസ് ട്രാവലർ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഇങ്ങോട്ട് വന്നിട്ട് ഇവിടുന്ന് ട്രാവലറിനാണ് അങ്ങോട്ട് വരിക വീട്ടിലേക്ക്, ചേച്ചിയുടെ വീട്ടിലേക്കല്ല, ചേച്ചിയുടെ അവിടെയാണ് ഹോള്. അപ്പോൾ അതുകൊണ്ട് അവർ ഒക്കെ വന്നാലാണ് നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അവരിൽ കുറേ പേര് നല്ലോണം ലേറ്റ് ആയിട്ടാണ് വന്നത്. അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് 10 മണി ആയപ്പോഴാണ് ഇറങ്ങാൻ തന്നെ പറ്റിയത് കേട്ടോ. 10:05 ആയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് ഓൾമോസ്റ്റ് 1 അവർ കറക്റ്റ് ട്രാവൽ ഉണ്ടായിരുന്നു കേട്ടോ. കറക്റ്റ് 11 മണി ആയപ്പോഴാണ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ബ്ലോക്ക് ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ നമ്മൾ അവിടെ എത്തി, നമ്മൾ അകത്തേക്ക് കയറിയിട്ടില്ല കേട്ടോ. വെൽക്കം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ചേച്ചിക്ക് ഒരു ചേട്ടനുണ്ട്, യദു എന്ന ചേട്ടൻ്റെ പേര്. അപ്പോൾ അവിടുന്ന് അവർ വെൽക്കം ചെയ്യണം. പിന്നെ നമ്മുടെ ബന്ധുക്കളൊക്കെ അകത്തേക്ക് കയറി. നമ്മൾ കുറച്ച് മെയിൻ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഒരുമിച്ച് സെക്കൻഡ് കൂടിയാണ് കയറാം. പാപ്പന് ടെൻഷൻ ഉണ്ടായിരുന്നു. ഈ ഹാളിൻ്റെ അവിടേക്ക് തിരിക്കുമ്പോഴേക്കും പാപ്പൻ അതായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്, എൻ്റെ നെഞ്ചിടിക്കുന്നുണ്ട് എന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട്, അതായത് കുറച്ച് പാർട്ട് കഴിഞ്ഞ് ഞാൻ കുറേ പാട്ടുകളായിരിക്കും ആഡ് ചെയ്യുക, വിവിധ തരത്തിലുള്ള പാട്ടുകൾ. ഇനിയിപ്പോൾ കോപ്പിറൈറ്റ് അടിച്ച വീണ്ടും ഞാനിരുന്ന് റീ എഡിറ്റ് ചെയ്യേണ്ടി വരും. എന്തായാലും ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ ചേച്ചിയുടെ ഫസ്റ്റ് കോസ്റ്റ്യൂം ഇതായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് റിംഗ് എക്സ്ചേഞ്ച് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പുടവ കൊടുക്കും. അപ്പോൾ ആ ഡ്രസ്സ് മാറ്റുകയാണ് ചെയ്യുക. അപ്പോൾ ഇപ്പോഴാണ് അവർ ഫസ്റ്റ് മീറ്റ് അല്ല കേട്ടോ, ഇപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഇപ്പോഴാണ് കണ്ടത്. ചേച്ചി ഇവിടെ നാണിച്ച് തിരിഞ്ഞ് നിൽക്കുകയായിരുന്നു കേട്ടോ. ചേച്ചി ഹെയർ കേൾസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ക്രിമ്പൊക്കെ ചെയ്തിട്ട് ഫ്രണ്ടിൽ ഇയർ ചെയിനും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. മേക്കപ്പ് നല്ല മിനിമലായിരുന്നു കേട്ടോ, ഓവറൊന്നും ഉണ്ടായിരുന്നില്ല, നല്ല മിനിമൽ മേക്കപ്പ് ആയിരുന്നു. പിന്നെയും പാപ്പൻ്റെ ആയിരുന്നു കുറച്ചുകൂടെ എടുത്തറിയുന്നുണ്ടായിരുന്നത് മേക്കപ്പ് കമ്പാരിറ്റീവിലിട്ടോ രണ്ടുപേരും. പിന്നെ നമ്മൾ കയ്യിൽ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ അവിടെ കയറി ഡ്രസ് ചേഞ്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ കയറിയപ്പോഴാണ് ഒരു സർപ്രൈസ് ഉണ്ടായിരുന്നു ചേച്ചിക്ക്. ചേച്ചി ഭയങ്കര കൃഷ്ണരാധ ഭക്തിയാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് അവരെ. അപ്പോൾ അതുകൊണ്ട് ചേച്ചിയുടെ ചാറ്റിനും ഫ്രണ്ട്സും എല്ലാവരും കൂടെ ഒരു സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ടായിരുന്നു. കൃഷ്ണൻ്റെയും രാധയുടെയും നല്ലൊരു ഡാൻസ് ഉണ്ടായിരുന്നു, നല്ലൊരു കൃഷ്ണൻ്റെ സോങ് ഒക്കെ വെച്ചിട്ട്. അപ്പോൾ അത് ചേച്ചിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല, ഒരു സർപ്രൈസ് ആയിരുന്നു ആക്ച്വലി അത്. സോ അതുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു ആളത് കണ്ടപ്പം. അതിൻ്റെ റിയാക്ഷനാണ് ഈ എടുത്തത്. പക്ഷേ സൈഡിൽ നിന്നാണ്, ഫ്രണ്ടിൽ നിന്ന് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. കാരണം കുറേ ആൾക്കാർ കണ്ടപ്പോഴേക്കും എൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇൻട്രോവേർട്ട് പുറത്തേക്ക് വന്നു. പരിചയമുള്ള ആൾക്കാരാണെങ്കിൽ എല്ലാവരും മുന്നേ വെച്ചിട്ട് വീഡിയോ എടുക്കാൻ വെച്ചാൽ എനിക്ക് ഭയങ്കര ഇപ്പോഴും ചമ്മലാണ്. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അവർ കയറിയിട്ട് എല്ലാവരും കൂടെ ഫോട്ടോസും സെക്ഷൻസും സ്റ്റാർട്ട് ചെയ്തു. നമ്മളിവിടെ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ഫോട്ടോസാണ് ചേച്ചിയുടെ ഫസ്റ്റ് കോസ്റ്റ്യൂമിൽ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. കാരണം ഡ്രസ് ചേഞ്ചിങ്ങും പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ട് അത് ടൈം എടുക്കും, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ റിംഗ് എക്സ്ചേഞ്ചിൻ്റെയും പിന്നെ ഈ കാണുന്ന വീഡിയോസും കുറേയൊക്കെ എനിക്ക് അമ്മുവാണ് എടുത്തന്നത്. അമ്മു എന്ന് വെച്ചാൽ ചേച്ചിയുടെ മാമൻ്റെ മോളാണ്. അയ്യോ, എൻ്റെ അറിവിൽ അങ്ങനെ തന്നെയാണ് കറക്റ്റ് ആണ്. അപ്പോൾ അമ്മുവാണ് എനിക്ക് വീഡിയോ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് കൂടുതലായിട്ട് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിലും അവരൊക്കെ അവിടെ ഇവിടെ ഓരോ സ്ഥലത്താണ്. പിന്നെ അവരൊക്കെ കസാരയിലിരുന്നു. അപ്പോൾ അമ്മും റിലേറ്റീവ് അവരെ കസിൻസൊക്കെ ആയിട്ട് അവരെ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ച് വീഡിയോ എടുപ്പിച്ചതായിരുന്നു. എന്തായാലും എനിക്ക് നല്ല വീഡിയോസൊക്കെ കിട്ടി കേട്ടോ അമ്മുവിനെ കൊണ്ട് എടുപ്പിച്ചുകൊണ്ട്. അല്ലെങ്കിൽ ഞാൻ ആ സ്റ്റേജിൽ കയറിയിട്ട് ഒരു രസമില്ലാണ്ടാക്കിയായിരുന്നു വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഞാനാണ് പുടവ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇത് ചേച്ചി വെയർ ചെയ്തിട്ട് വേണം എക്സ്ചേഞ്ച് നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കൊടുത്തിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മളെ പരിപാടി സ്റ്റാർട്ട് ചെയ്യുക. ജയദേവഗീതാലാപനം
അങ്ങനെ വേഗം നമ്മൾ ഈ ഡ്രസ്സിൽ ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞാൻ അവിടെ സീറ്റിൽ പോയിരുന്നു. എനിക്ക് കുറേ നേരം നിന്നിട്ട് കാല് അടഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ റോൾ അവിടെ കഴിഞ്ഞു കേട്ടോ. ജാനിയൊക്കെ ഈ ഷറാറൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ അടുത്തേക്ക് കുറച്ച് നേരം വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. അവളായിട്ട് ഫോട്ടോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവൾക്ക് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴേക്കും പോയി അവരെല്ലാവരും. അവിടുത്തെ ട്രാവലർ എടുത്തപ്പോൾ ഞാൻ അവരെ കൂടി ഇരിക്കുന്നതൊക്കെ സ്ലായി നിൽക്കുന്നത്. അവൾക്ക് ഇനി കുറച്ച് നേരം കഴിഞ്ഞ് അവളെ പോകും കേട്ടോ. അവൾക്ക് ഡാൻസ് പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ നമ്മൾ അവിടുന്ന് സെൽഫി ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ചേച്ചിയുടെ അമ്മ കേട്ടോ. റോഷ്നി ചേച്ചിയുടെ അമ്മയാണ് ഇപ്പം നിങ്ങൾ കണ്ടത്. நிலவிடம் வாடகை வாங்கி விழி வீட்டில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே தகுமா? தென்மலை தேக்கு நீதான் உந்தன் தோள்களில் இடம் தரலாமா? நான் சாயும் தோள் மேல் வேறாரும் சாய்ந்தாலே தகுமா? நீரும் செங்குலச்சேரும் கலந்தது போலே கலந்தவள்தான். முன்பே வாய் அன்றே வா கூட வா உயிரே வா முன்பே வாய் நன்றே வா பூ பூவாய் பூ பூவாய் நானா கேட்டேன் என்னை நானே நானேயா நெஞ்சம் சொன்னதே. പിന്നെ ഞങ്ങളുടെ ഫാമിലി ഫോട്ടോസ് എടുത്തൊക്കെ ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ വന്നിരുന്നു കേട്ടോ. കാല് അടയുന്നുണ്ടായിരുന്നു കുറേ നേരം ഇങ്ങനെ നിന്നിട്ട്. ഈ ക്ലിപ്പിൽ ബാക്കിൽ ഋതു ഇങ്ങനെ ഇരുന്ന് ഓരോ ക്യൂട്ടായിട്ട് എക്സ്പ്രഷൻ ഇടുന്നൊക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുഖം നോക്കുമായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ നൈബേഴ്സും പിന്നെ അതിലത്തെ ഒരാൾ എൻ്റെ പാപ്പൻ്റെ ക്ലോസ് ഫ്രണ്ടിൻ്റെ അമ്മയൊക്കെയാണ് കേട്ടോ. പിന്നെ വന്നവരുടെ എല്ലാവരുടെയും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന പരിപാടിയായിരുന്നു. പിന്നെ ചേച്ചിയുടെ ഫാമിലിയും എല്ലാവരും കൂടെ ഫോട്ടോസും അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചേച്ചിയുടെ ബ്രദറിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ചേച്ചിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല ഡാൻസുള്ള കാര്യം. അങ്ങനെ നമ്മൾ അവരുടെ ഡാൻസും കൂടെ ഫുൾ കളിച്ചത് കണ്ടിട്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങളൊന്നും ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവരുടെ രണ്ടുപേരും ഒപ്പം ഇരിക്കാമെന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യായിരുന്നു. ഞാനാണെങ്കിൽ രാവിലെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് എനിക്ക് കുറച്ച് വിശപ്പുണ്ടായിരുന്നു. എനിക്ക് വളരെ റെയറായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാവാറുള്ളൂ കേട്ടോ. പക്ഷെ അപ്പോഴും എനിക്ക് ഭയങ്കര വിശപ്പില്ല, നോട്ട് ദ പോയിന്റ്. അപ്പോൾ എല്ലാവരും കൂടി ഒപ്പാണ് ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്നു. അപ്പോഴേക്കും നമ്മുടെ ഫുഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ബിരിയാണിയും പിന്നെ ചിക്കനും ആയിരുന്നു. അതായത് ബിരിയാണി റൈസ് സെപ്പറേറ്റ്, ചിക്കൻ ആയിട്ടുമാണ്. പക്ഷേ ബിരിയാണി തന്നെയായിരുന്നു സംഭവം, സെപ്പറേറ്റഡ് ആണ് മാത്രം. അപ്പോൾ അങ്ങനെ പിന്നെ ഞെറിസിൻ്റെ ആയിരുന്നു ഫോൺ. ഇവൾ ഈ സൈഡിൽ ഇങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ടില്ലായിരുന്നു. പിന്നെ ഞാൻ ഫുഡ് കഴിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അവൾ വീഡിയോ ഓണാക്കി വെച്ചത് പെട്ടെന്ന് ഞാൻ കണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ എന്നെ തോണ്ടി വിളിക്കുകയാണ്, വീഡിയോയിൽ വാ നമുക്ക് ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിരുന്നതാണ് കേട്ടോ വീഡിയോയിൽ കാണാൻ വേണ്ടിയിട്ട്. ആക്ച്വലി എനിക്ക് ഈ വീഡിയോ ഓണാക്കിയിട്ട് അതിന് മുന്നേ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ മാതിരിയാണ് കേട്ടോ. പിന്നെ ബാക്കിലെ ക്യാമറാമാൻ ചേട്ടൻ നമ്മളിങ്ങനെ വീഡിയോ എടുക്കണം കേട്ടോ ഓക്വേർഡായിട്ട് നോക്കുന്നുണ്ടായിരുന്നത് ഞാനിപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ അവൾ കുറേ നേരം ഇങ്ങനെ വീഡിയോ ഓണാക്കി വെച്ചപ്പോൾ ഞാൻ നൈസിനെ അത് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഷെറാർ ഇട്ടതിൻ്റെ ഒരു പവറാണ് ഗൈസ് ഈ കാണുന്നത് നീലുവിൻ്റെ ഇതിൽ. അങ്ങനെ നമ്മൾ ഇറങ്ങാനായിട്ട് അപ്പോൾ ഫുള്ള് യാത്രയൊക്കെ പറഞ്ഞ് കൈയൊക്കെ കൊടുത്ത് നമ്മൾ അങ്ങനെ ഇറങ്ങുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മുടെ റിലേറ്റീവ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആയിട്ട് നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മളും കൂടെ പോകുന്നു.